ഇക്ക ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. നിങ്ങൾ കിനാവ് കണ്ട പെരുന്നാൾ കുപ്പായവുമായി ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി കുടുംബത്തിന് മുഴുവൻ പുത്തനെടുപ്പ് വാങ്ങാം, കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ തന്നെ. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ വനിതാ സെൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല ശില്പശാല ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ ക്രിയാത്മകമായ കഴിവുകളെ പരിപോഷിപ്പിക്കുക, വിവിധ മേഖലകളിൽ പുതിയ അറിവുകൾ നേടുന്നതിന് അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ അവധിക്കാലം ആനന്ദകരമാക്കുക എന്ന ചിന്തയിൽ നിന്നാണ് ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഈ ആശയത്തിലേക്ക് നമ്മൾ എത്തിയത്. ഈ അവധിക്കാലത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിവിധ മേഖലകളിലുള്ള പരിശീലനമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഈ പ്രദേശത്തെ ഏതൊരു വിദ്യാർത്ഥിക്കും വന്ന് സൗജന്യമായിട്ട് പരിശീലനത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട 4 മേഖലകളിലാണ് നമ്മൾ പരിശീലനം നൽകുന്നത്. ഒന്ന് റോബോട്ടിക്സിൻ്റെ AI, മറ്റൊന്ന് കരകൗശല ഉൽപ്പന്ന നിർമ്മാണം, ഇനിയുള്ള ചിത്രകല, അതോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ്. കുട്ടികളുടെ താല്പര്യം കൂടെ പരിഗണിച്ചാണ് ഈ 4 മേഖലകൾ തിരഞ്ഞെടുത്തത്. ഓരോ ദിവസവും ഈ മേഖലകളുടെ വ്യത്യസ്ത തലങ്ങളായിരിക്കും നമുക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. കുട്ടികളുടെ ക്രിയാത്മകമായ ശേഷികളെ പരിപോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പാഠപുസ്തകം പുറത്തുള്ള നൂതനമായിട്ടുള്ള അറിവുകളും ചിന്തകളും ആശയങ്ങളും കൂടെ കുട്ടികൾക്ക് പകർന്നു നൽകാനാണ് നമ്മൾ ഈ ഒരു അവധിക്കാലത്ത് ഇത്തരമൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 100ഓളം കുട്ടികൾ ഈ പ്രദേശത്ത് നിന്ന് വ്യത്യസ്ത വിദ്യാലയങ്ങളിൽ നിന്നായിട്ട് ഇവിടെ പങ്കെടുക്കുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ശില്പശാലയിൽ AI, റോബോട്ടിക്സ്, ചിത്രകല, കരകൗശലം, പാഴ്വസ്തുക്കളുടെ പുനരുപയോഗം, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നീ മേഖലകളിൽ വിദഗ്ധ പരിശീലനം ഉണ്ടായിരിക്കും. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.